ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം. പാലക്കാട് മാതൃഭൂമി ന്യൂസിലെ ക്യാമറമാൻ AV മുകേഷാണ് അന്തരിച്ചത്. വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നിതിൻ പ്രഭാകരൻ നൽകും. നിതിൻ, വളരെ ദാരുണമായ സംഭവം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ശ്രവിച്ചിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസിൻ്റെ പാലക്കാട്ടെ ക്യാമറാമാൻ AV മുകേഷ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. വാർത്ത ശേഖരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. നമ്മൾക്കേവർക്കും ഒരു നെഞ്ചു പിളരുന്ന ഒരു വാർത്ത തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മാതൃഭൂമി ന്യൂസിൻ്റെ പാലക്കാട്ടെ ക്യാമറമാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപകടം നടന്ന ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെയായിരുന്നു ഈ ദാരുണ സംഭവം ഉണ്ടായത്. പാലക്കാട്ടെ റിപ്പോർട്ടർക്കൊപ്പം ഈ കാട്ടാനക്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിനിടെയാണ് ഈ കാട്ടാന ആക്രമിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൃതദേഹം ഇപ്പോൾ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുനൽകും. എന്തായാലും ഏറ്റവും ദുഃഖകരമായ ഒരു ദാരുണമായ സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത്. തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെയാണ് പാലക്കാട് മാതൃഭൂമി ന്യൂസിൻ്റെ ക്യാമറമാൻ AV മുകേഷിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ദീർഘകാലമായി മാധ്യമപ്രവർത്തന മേഖലയിലുള്ള ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് AV മുകേഷ്. ശ്രദ്ധേയമായ നിരവധി പ്രകൃതിയുമായി ബന്ധപ്പെട്ട നിരവധിയായ ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ച ഒരു ക്യാമറമാൻ്റെ ജീവിതമാണ് ഒടുവിൽ കാട്ടാനയ്ക്ക് മുന്നിൽ ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത്. ലിബീഷ്. നിതിൻ, മുൻപ് ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന മുകേഷ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട നിരവധി ദൃശ്യങ്ങൾ പകർത്തുക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട നിരവധി ലേഖനങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഗതി തന്നെയായിരുന്നു. എന്തായാലും എങ്ങനെയാണ് ഈ കാട്ടാന, അതായത് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെ പൊടുന്നനെ കാട്ടാനക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു? എവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്? ലിബീഷ്, പാലക്കാട് കൊട്ടേക്കാട് എന്ന സ്ഥലത്ത് വെച്ച് കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആക്രമണം നടന്ന ഉടൻ തന്നെ മുകേഷിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിൽ മുകേഷ് മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്തിരുന്നു. പ്രകൃതിയുടെ ദൃശ്യങ്ങൾ പകർത്തി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ മുകേഷിനുണ്ടായിരുന്നു. കൂടാതെ ഇത്തരം ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരണങ്ങളും അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഏറെ ശ്രദ്ധേയമായ വിവരണങ്ങൾ. പ്രത്യേകിച്ച് ലിബീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ ഒരു പ്രത്യേക കഴിവ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക താല്പര്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു മുകേഷ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് പൊടുന്നനെ ആക്രമണം ഉണ്ടാകുന്നത്. പാലക്കാട്ടെ മാതൃഭൂമി റിപ്പോർട്ടർക്കൊപ്പമാണ് ഈ മുകേഷ് അവിടെ എത്തുന്നത്. ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇനി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. മലപ്പുറം സ്വദേശിയാണ് ഈ മുകേഷ്. എന്തായാലും അതിദാരുണമായ, അല്ലെങ്കിൽ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് ഏറെ വൈകാരികമായി, അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചു പിളരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പാലക്കാട് നിന്നും അല്പം സമയം മുമ്പ് പുറത്തു വന്നിരിക്കുന്നത്. ലിബീഷ്. നിതിൻ, എന്തായാലും വളരെ ദാരുണമായ സംഭവം. മാധ്യമപ്രവർത്തനത്തിനിടയിൽ കേരളത്തിലൊരു മാധ്യമപ്രവർത്തകന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതും കാട്ടാന ആക്രമണത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മുകേഷ് എത്ര കാലമായി, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു കൊല്ലമായി പാലക്കാടുള്ള ആളാണ് മുകേഷ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വളരെ സൗമ്യനായി എല്ലാവരോടും ഇടപഴകുന്ന ഒരാളാണ്. എൻ്റെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അദ്ദേഹവുമായി 1-2 തവണ സംസാരിക്കാനും ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. വളരെ സൗമ്യമായി എല്ലാവരോടും ഇടപെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മുകേഷിൻ്റേത്. ഇപ്പോൾ മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? മറ്റ് നടപടിക്രമങ്ങൾ ഇനി എന്തൊക്കെയാണ്? ലിബീഷ്, ഒരു വർഷമായി മുകേഷ് പാലക്കാട് മാതൃഭൂമി ബ്യൂറോയിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ഡൽഹിയിലായിരുന്ന സമയത്ത് മാതൃഭൂമി.com വേണ്ടി അതിജീവനം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ 100-ലധികം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറെ ശ്രദ്ധേയമായ ലേഖനങ്ങളാണ് ഇവയെല്ലാം. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലും അദ്ദേഹം പങ്കുവച്ചിരുന്നു. അത് മുകേഷിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ അദ്ദേഹത്തിനൊരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം തന്നെയാണ് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ജീവനെടുക്കുന്നതിലേക്ക് വഴിവെച്ചതും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുകേഷിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇത്
ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മലപ്പുറം സ്വദേശിയാണ് മുകേഷ്. എന്തായാലും ഒരു അതിദാരുണമായ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു. വളരെ വേദനയേറിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലിബീഷ്. പാലക്കാട് മാധ്യമപ്രവർത്തകൻ കാട്ടാനാക്രമണത്തിൽ മരിച്ചു. മാതൃഭൂമി ന്യൂസിലെ ക്യാമറമാനായ AV മുകേഷാണ് മരിച്ചത്. മാതൃഭൂമി ന്യൂസിൽ നേരത്തെ ഡൽഹിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഒരു വർഷമായി പാലക്കാട് ബ്യൂറോയിലെ ക്യാമറമാനാണ്. പ്രകൃതി ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ പ്രത്യേക ഒരു മിഴിവ് മുകേഷിൻ്റെ കഴിവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാമറ ദൃശ്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. അതോടൊപ്പം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം തന്നെ നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ചും പ്രകൃതി സംബന്ധമായ വിഷയങ്ങളിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പാലക്കാട് കൊട്ടേക്കാടിന് സമീപമാണ് ഇന്ന് രാവിലെ പുഴ മുറിച്ചു കിടക്കുന്ന കാട്ടാനക്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ AV മുകേഷ് എന്ന മാധ്യമപ്രവർത്തകന് ജീവൻ നഷ്ടമായത്. പൊടുന്നനെ കാട്ടാനക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശിയാണ് മുകേഷ്. മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും.